ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മളൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. കറികളൊന്നും വേണ്ട ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു മിക്സ്ഡ് ജാർ എടുക്കാം. ഇതിലോട്ടൊരു 3 തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തീരെ ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണം വരെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കാം, അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 1-2 ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. സ്പൈസിനെസ്സിന് വേണ്ടിയിട്ട് വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഒന്നെങ്കിൽ വറ്റൽമുളക് ചേർക്കുക, അല്ലെങ്കിൽ മുളക് പൊടി ചേർത്തിട്ട് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് റവ ചേർക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ദോശമാവിൻ്റെ പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ച് നോക്കാം. പിന്നീട് വേണമെങ്കിൽ നോക്കിയിട്ട് വെള്ളം ചേർത്താൽ മതി. ഇപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ അത്യാവശ്യം കട്ടിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം കൂടി വീണ്ടും ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലോട്ട് ചേർക്കാം. മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. വളരെ കുറച്ച് മതിയാവും ബേക്കിംഗ് സോഡ. ഒന്നെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കാം, അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് റെസ്റ്റ് ടൈം വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചെറിയ ദോശയാക്കി അങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വലുപ്പത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് വലുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുക്കായതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വേണമെങ്കിൽ 2 സൈഡിട്ട് കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കുക്ക് ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ ഒരു സൈഡാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്കിനി എടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ദോശ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ദോശ നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഗോതമ്പൊടിക്ക് പകരം നമുക്ക് അരിപ്പൊടി ചേർത്താൽ കുറച്ചും കൂടി ഒരു ക്രിസ്പിനെസ്സിൽ കിട്ടും. അപ്പോൾ ഗോതമ്പൊടി വേണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്തിട്ടും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത്. കറികളൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്താൽ മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്